ഫുട്ബോൾ ലോകകപ്പിന്റെ ആവേശം അവസാനിച്ച് ദിവസങ്ങൾ പിന്നിട്ടിട്ടും കേരളത്തിലെ പല പ്രദേശങ്ങളിലും ആരാധകർ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകളും കട്ടൌട്ടുകളും കൊടിത്തോരണങ്ങളും നീക്കം ചെയ്യാത്ത സാഹചര്യത്തിൽ അടിയന്തരമായി അഴിച്ചുമാറ്റാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ പാലക്കാട് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ലോകകപ്പ് മത്സരങ്ങൾ അവസാനിച്ചതും ശക്തമായ മഴയും കാറ്റുമുണ്ടാകാനുള്ള സാധ്യതയും കണക്കിലെടുത്താണ് നിർദ്ദേശം. കാലപ്പഴക്കം മൂലം ബലക്ഷയം സംഭവിച്ച ഫ്ലക്സുകളും കട്ടൌട്ടുകളും റോഡിലേക്കോ വാഹനങ്ങളിലേക്കോ കാൽനടയാത്രക്കാരുടെ ദേഹത്തേക്കോ വീണ് ഗുരുതര അപകടങ്ങൾക്ക് ഇടയാക്കാൻ സാധ്യതയുണ്ടെന്ന് കളക്ടർ മുന്നറിയിപ്പ് നൽകി. ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ച ക്ലബ്ബുകളും ആരാധക സംഘങ്ങളും സംഘടനകളും വ്യക്തികളും സ്വന്തം ഉത്തരവാദിത്വത്തിൽ എത്രയും വേഗം അവ അഴിച്ചുമാറ്റണം. അഴിച്ചുമാറ്റുന്ന ഫ്ലക്സുകളും മുള, തടി, ഇരുമ്പ് തുടങ്ങിയ സാമഗ്രികളും റോഡരികുകളിലോ മറ്റ് പൊതുസ്ഥലങ്ങളിലോ ജലാശയങ്ങളിലോ ഉപേക്ഷിക്കരുതെന്നും പൊതുജനങ്ങളുടെ സുരക്ഷയും ശുചിത്വവും മുൻനിർത്തി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങളോട് എല്ലാവരും സഹകരിക്കണമെന്നും കളക്ടർ അറിയിച്ചു. അതേസമയം വിവിധ തദ്ദേശ സ്ഥാപനങ്ങളും പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫ്ലക്സുകളും ബാനറുകളും കൊടിതോരണങ്ങളും നിശ്ചിത സമയപരിധിക്കകം നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. നിർദ്ദേശം പാലിക്കാത്തവർക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ലോകകപ്പ് കാലത്ത് അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ, ഫ്രാൻസ് തുടങ്ങി വിവിധ ടീമുകളുടെ ഭീമൻ ഫ്ലക്സുകളും കട്ടൌട്ടുകളും കേരളത്തിന്റെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും നിറഞ്ഞു നിന്നിരുന്നു. ആരാധക കൂട്ടായ്മകൾ ഇതിനായി വലിയ തുകയാണ് ചിലവഴിച്ചത്. എന്നാൽ ടൂർണമെന്റ് അവസാനിച്ചിട്ടും അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇവ നീക്കം ചെയ്തിട്ടുള്ളത്. ഭൂരിഭാഗം ഫ്ലക്സുകളും ഇപ്പോഴും പൊതുസ്ഥലങ്ങളിൽ തുടരുകയാണ്. ഇവയിൽ ചിലത് പുനരുപയോഗത്തിനോ റീസൈക്കിൾ ചെയ്യാനോ കഴിയുമെങ്കിലും വലിയൊരു വിഭാഗം മാലിന്യമായി മാറുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി ഫ്ലക്സുകൾ ശാസ്ത്രീയമായി സംസ്കരിക്കുകയും പൊതുസ്ഥലങ്ങൾ പഴയ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും വേണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. പാതകളിലെ ലോകകപ്പ് ഫ്ലക്സുകൾ ഓർമ്മകളുടെ ശേഷിപ്പായി മാറാതെ മഴയും കാറ്റും ശക്തമാകുന്ന സാഹചര്യത്തിൽ അവ സുരക്ഷാ ഭീഷണിയാകുന്നതിന് മുമ്പ് അടിയന്തരമായി നീക്കം ചെയ്യണമെന്നതാണ് അധികൃതരുടെ നിർദ്ദേശം.